ഓപ്പോയിൽ നിന്നും ഒരു അടിപൊളി ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓപ്പോ ഫോണിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഫോൺ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. കാരണം ഇതിനകത്ത് 25,000 താഴെ ഒരു ഫോണിൽ കാണുന്ന പ്രധാനപ്പെട്ട എല്ലാ തരം ഫീച്ചേഴ്സും കുത്തി നിറച്ചിട്ടുണ്ട്. ഇത് അവരുടെ ഏറ്റവും പോപ്പുലറായ എഫ് സീരീസിലെ ഫോണാണ്, ഓപ്പോ F27. കൂടുതൽ പറയാം, അതിനു മുമ്പ് ജസ്റ്റ് ഒരു അൺബോക്സിംഗ്, അത് കഴിഞ്ഞിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ കാണുന്നതാണ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ കാണുന്നതാണ് ഫോണിന്റെ ലുക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കോസ്മോ റിംഗ് ഡിസൈൻ എന്നാണ് അവർ ഈ ഒരു ഡിസൈന് പറയുന്നത്. അത് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഫോണിന്റെ ബോക്സ് വേറെ കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടൂൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ ചാർജറുണ്ട്, ചാർജിംഗ് കേബിൾ ഉണ്ട്. 45 വാട്ടിനെയാണ് ചാർജർ വരുന്നത്. ഇത്രയും കാര്യങ്ങളോട് മാറ്റി വെച്ചാൽ ഫോണിലേക്ക് വരാം. സോ ഇതാണ് ഫോൺ ഓപ്പോ F27. ഇനി അങ്ങോട്ട് നിങ്ങൾ ഓപ്പോ എഫ് സീരീസിൽ ഒരു പുതിയ ഫോൺ നോക്കാൻ പോകുമ്പോൾ ഇതിനെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഇതിന്റെ ഡിസൈനിൽ ഈ ഒരു ക്യാമറ മോഡിലൊന്നും വലിയ ഹമ്പൊന്നുമില്ല, അല്ലാണ്ട് പൊന്തി നിൽക്കുന്നില്ല. ഒരുവിധം ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ മേശപ്പുറത്തൊക്കെ വെക്കുമ്പോൾ ഭംഗിയായിട്ട് ഇരുന്നോളൂ. കോസ്മോ റിംഗ് ഡിസൈൻ എന്നാണ് അവർ ഇതിനെ പറയുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ഇതിൽ ഹാലോ ലൈറ്റ്, ഇത് നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് പ്ലേ ആവും, കോൾ വരുമ്പോൾ അതിനനുസരിച്ച് പ്ലേ ആവും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് മൊത്തത്തിൽ ഏത് തരം ആക്ടിവിറ്റി സൗണ്ട് വരുന്ന ഭാഗത്തും അതൊക്കെ അതിനനുസരിച്ച് കൊണ്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഈ ഒരു ലൈറ്റ് തെളിഞ്ഞ് ഇങ്ങനെ വരും. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണമെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ സെറ്റിംഗ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 2 കളറിലാണ് വരുന്നത്, എമറാൾഡ് ഗ്രീനും ആംബർ ഓറഞ്ചും. ആംബർ ഓറഞ്ച് ആകുമ്പോൾ 7.76 mm ആണ് വരുന്നത്. രണ്ടായാലും വെയിറ്റ് 187 gram ആണ്. ലൈറ്റ് വെയിറ്റ് അതിന്റെ സ്ലിം ആയ ഫോണാണ്. ഓവറോൾ കൊള്ളാവുന്ന ഒരു ഡിസൈൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ഇനി ഈ ഫോണിന്റെ ഡിസ്പ്ലേ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസന്റ് ക്വാളിറ്റി ഒരു ഡിസ്പ്ലേ ആണ്. 5 ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 6.67 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്. 2100 നിറ്റ്സിന്റെയാണ് ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. ഓവറോൾ ബ്രൈറ്റ്നസ് 1200 നിറ്റ്സും വരുന്നുണ്ട്. ഫ്ലാഷ് ടച്ച് ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്. അതായത് ഈ കാണുന്ന പോലെ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കൈകൊണ്ട് ടച്ച് ചെയ്താൽ കൃത്യമായിട്ട് വർക്ക് ചെയ്തോളും. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഒക്കെ ഈ ഒരു പ്രൈസിൽ അവർ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് 300% വരെ വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി വലിയ കുഴപ്പമില്ല, ഞാൻ കേൾപ്പിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. സോ അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നമുക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. ഡീസന്റ് ആയ ഒരു ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ പെർഫോമൻസ് നോക്കിയാൽ ഡയമൻസിറ്റി 6300 എന്ന പ്രോസറാണ്. ഇതിന്റെ റാം വരുന്നത് LPDDR4X റാം ആണ്. UFS 2.2 ആണ് സ്റ്റോറേജ്. ColorOS 14 Android 14 ബേസ്ഡ് ആണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഇതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. യാതൊരു ഇഷ്യൂസും ഇല്ല, സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. സാധാരണ യൂസിനൊക്കെ ആണെങ്കിൽ ഒരു തരത്തിലുള്ള ഇഷ്യൂവും വരാനില്ല. പിന്നെ ഇതിനകത്ത് റാം എക്സ്പാൻഷൻ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് സ്റ്റോറേജിൽ നിന്ന് കുറച്ച് സ്പേസ് എടുത്തിട്ട് റാമിലേക്ക് ആഡ് ചെയ്തും ഉപയോഗിക്കാം. സോ മൊത്തത്തിൽ വേറെ യാതൊരു ഇഷ്യൂസും ഇതിന്റെ പെർഫോമൻസിന്റെ ഭാഗത്തില്ല. ചെറുകിട ഗെയിമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ വേണമെങ്കിൽ കളിക്കാം. പക്ഷേ ഗെയിമിങ്ങിന് ഒന്നും ഈ ഒരു ഫോൺ ആരും നോക്കാറില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം. ഇത് സാധാരണ യൂസിനൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ ഡീസന്റ് ആയ പെർഫോമൻസ് തരുന്നുണ്ട് എന്തായാലും. പിന്നെ ഇതിനകത്ത് കുറെ AI ഫീച്ചറുകൾ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം AI റെക്കോർഡ് സമ്മറി എന്ന് പറയുന്ന AI ഫീച്ചർ. നമുക്ക് ഒരു വോയിസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ വോയിസ് റെക്കോർഡിനെ നോട്ടാക്കി, ആ റെക്കോർഡിനെ നോട്ടാക്കി മാറ്റി തരികയും ആ നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സമ്മറൈസ് ചെയ്തെടുക്കുകയും ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ AI ടൂൾ ബോക്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഇതിനകത്ത് അവർ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഈ സൈഡ് ബാറിൽ എപ്പോഴും നമുക്ക് വേണ്ടുന്ന സംഗതി റെക്കമെൻഡഡ് ആയിട്ട് വരും. നമ്മൾ എന്തെങ്കിലും മെയിലൊക്കെ എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ AI റൈറ്റർ ആയിരിക്കും ആ ഒരു ടൂൾ ബോക്സിൽ, ആ സൈഡ് ബാറിൽ നമുക്ക് കാണാൻ സാധിക്കുക. AI ടൂൾ ബോക്സ് എന്നാണ് അതിനെ പറയുക. അതേപോലെ നമ്മൾ എന്തെങ്കിലും വായിക്കാനാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ AI സമ്മറി വരും. നമ്മൾ വായിക്കുമ്പോൾ വലിയ പേജ് ആണെങ്കിൽ അതിനെ സമ്മറൈസ് തരാൻ വേണ്ടിയിട്ട്. ഇനി അത് മാത്രമല്ല AI സ്പീക്ക് കൂടി അവിടെ വരും. നമുക്ക് വേണമെങ്കിൽ അത് വായിച്ച് കേൾപ്പിച്ച് തന്നോളും, നമ്മൾ വായിക്കാൻ നിൽക്കണ്ട. സോ ഇത്തരത്തിലുള്ള AI ഫീച്ചറുകളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിന്റെ ബാറ്ററി നോക്കിയാൽ 5000 mAh ആണ്. 45 വാട്ടിനെയാണ് ഫാസ്റ്റ് ചാർജിംഗ്. ബാറ്ററി ലൈഫിലും ചാർജിങ്ങിലൊന്നും വേറെ ഇഷ്യൂസ് ഇല്ല. ഡീസന്റ് സെറ്റപ്പ് എന്ന് പറയാം. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പോയുടെ ക്യാമറ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ വരുന്നത്, 32 മെഗാപിക്സലിന്റെയാണ് സെൽഫി ക്യാമറ. പിന്നെ ബാക്കിൽ 2 മെഗാപിക്സലിന്റെ പോർട്രേറ്റ് ക്യാമറ കൂടിയുണ്ട്. അത് കണക്കാക്കുന്നവർ അതുകൂടി കണക്കിൽ കൂട്ടിക്കോളൂ. എന്നാലും കിട്ടുന്ന സാമ്പിളുകൾ ഈ രീതിയിലാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഇൻഡോർ ലൈറ്റിലും ലോ ലൈറ്റ് സിറ്റുവേഷനിലും ഒക്കെ ഞാൻ എടുത്ത ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കിയിട്ട് പറയുക എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. എന്തായാലും ഒരു ശരാശരി നിലവാരമുള്ള ഫോട്ടോസ് എന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് നിങ്ങൾക്ക് ഈ കാണുന്ന തരത്തിലുള്ള വീഡിയോ ക്വാളിറ്റി കിട്ടും. എങ്ങനെയുണ്ടെന്ന് നോക്കുക. പക്ഷേ ഒരു കാര്യം, ഇത് 25,000 താഴെ വരുന്ന ഫോണാണെങ്കിലും ഇതിനകത്ത് 4K അവർ കൊടുത്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെച്ചോളൂ. ഇവിടെ ഫുൾ HD കിട്ടുന്നുള്ളൂ മെയിൻ ക്യാമറയും എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പോരായ്മയായി. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഫുൾ HD വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതിന്റെ ക്വാളിറ്റിയാണ് ദാ ഇവിടെ കാണുന്നത്. എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കുക. സോ ഇങ്ങനെയാണ് ഓപ്പോ F27 എന്ന ഫോണിലെ ക്യാമറ ക്വാളിറ്റി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ക്യാമറയുടെ ഭാഗത്ത് മറ്റു ചില AI ഫീച്ചറുകളുണ്ട്. അതായത് AI ഇറേസർ 2.0. പേര് പറയുന്ന പോലെ തന്നെ അൺവാണ്ടഡ് ആയ ഒബ്ജക്റ്റുകളെ ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി അതല്ലാതെ AI സ്റ്റുഡിയോ, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയ ഓരോ സ്റ്റൈലിലേക്ക് മാറ്റി തരും. വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ AI സ്മാർട്ട് ഇമേജ് മാറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഒരു ഇമേജിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗം നിങ്ങൾക്ക് സ്റ്റിക്കർ ആക്കി എടുക്കണമെങ്കിൽ ഈ രീതിയിൽ ഈസി ആയിട്ട് സ്റ്റിക്കർ ആക്കി എടുക്കാം.
സോ ഇത്തരത്തിലുള്ള AI ഫീച്ചറുകൾ ഇതിന്റെ ഭാഗത്ത് ഫോട്ടോ ഗാലറി ആ ഭാഗത്തും വരുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ മറ്റ് കോൾ നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിലൊന്നും വേറെ അപാകതകളൊന്നുമില്ല. ഡുവൽ സിം ആണ്, 5G സപ്പോർട്ടഡ് ആണ്, ബ്ലൂടൂത്ത് 5.3 വരുന്നുണ്ട്, വൈഫൈ 5 ആണ് വരുന്നത്. പിന്നെ AI ലിങ്ക് ബൂസ്റ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. ലിങ്ക് ബൂസ്റ്റ് ഏറ്റവും ബെറ്റർ ആയ നെറ്റ്വർക്കിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയ പെർഫോമൻസ് നമുക്ക് തരുമെന്നുള്ളതാണ് AI ലിങ്ക് ബൂസ്റ്റിന്റെ പ്രത്യേകത. പിന്നെ ബീക്കൺ ലിങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഓപ്പോയിൽ നിന്നും ഓപ്പോയിലേക്ക് നിങ്ങൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബീക്കൺ ലിങ്ക് വഴി കോൾ ചെയ്യുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വഴി കോൾ ആയിരിക്കും പോവുക. നമുക്ക് നെറ്റ്വർക്ക് ഒന്നും വേണ്ട ആവശ്യമില്ല, സിമ്മിന്റെ കാശൊന്നും പോകുന്ന അവസ്ഥയില്ല, ബ്ലൂടൂത്ത് വഴി കോൾ ചെയ്യാം. പിന്നെ ഹോളോ ഓഡിയോ എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നുണ്ട്. നമ്മൾ കോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ മ്യൂസിക് കേൾക്കാൻ സാധിക്കും. ആ മ്യൂസിക്കിന് ഏത് സൈഡിലേക്ക് പ്ലേസ് ചെയ്യണോ അങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഒരു 360 ഡിഗ്രി സൗണ്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതൊക്കെ സൈമൾട്ടനസ്ലി എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇത് പറഞ്ഞു തരാൻ എനിക്ക് പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഫോൺ കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പല രീതിയിൽ ട്വീക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ മ്യൂസിക് പാർട്ടി ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഓപ്പോ ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഈ മ്യൂസിക് പാർട്ടി ആപ്പ് വെച്ചുകൊണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ മ്യൂസിക്കിനെ കൂടുതൽ ഡിവൈസുകളിൽ പ്ലേ ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഒരുമിച്ചിരുന്ന് കൊണ്ട് മ്യൂസിക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഒരേ മ്യൂസിക്കിനെ കൂടുതൽ പേർക്ക് ആസ്വദിക്കാൻ സാധിക്കും ഈ ഒരു ഫോണിൽ പ്ലേ ചെയ്താൽ തന്നെ. സോ മൊത്തത്തിൽ ഇതിൽ എല്ലാ തരത്തിലുള്ള AI ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. സംഗതി നമ്മൾ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞ അതാണ്, ഒരുപാട് ഫീച്ചറുകൾ കുത്തി നിറച്ചാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. എല്ലാതരം ഫീച്ചേഴ്സിനകത്ത് ഉണ്ട്. എന്നാലും എല്ലാ സ്പെക്കും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക, എന്നിട്ട് മാത്രം ചൂസ് ചെയ്യുക. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.